സിനിമാ കഥകളെ പോലും വെല്ലുന്ന കടുത്തൊരു അണ്ടർ കവർ ഓപ്പറേഷനിലൂടെ ഹൈദരാബാദിലെ പ്രമുഖ പബ്ബിൽ നടന്നുവന്ന വൻ സെക്സ് റാക്കറ്റ് പൊളിച്ചടുക്കി വനിതാ IPS ഉദ്യോഗസ്ഥയുടെ വാർത്തയാണിത്. ഹൈദരാബാദിലെ IT ഹബ്ബായ KPHBയിലെ കിങ്സ് ആൻഡ് ക്വീൻസ് ക്ലബ് മസ്തി എന്ന പബ്ബിന്റെ മറവിലാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കെണിയിൽ വീഴ്ത്തി അതീവ രഹസ്യമായി പെൺവാണിഭ സംഘം പ്രവർത്തിച്ചു പോന്നത്. സാധാരണക്കാരുടെ വേഷത്തിൽ പബ്ബിലേക്ക് നേരിട്ടെത്തി തന്ത്രപരമായി തെളിവുകൾ ശേഖരിച്ച കുക്കട്പള്ളി സോൺ DCP ഋതിരാജ് IPSന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ മിന്നലാക്രമണം നടന്നത്. പബ്ബിലെ ജീവനക്കാരായ 4 യുവതികളും 5 പുരുഷന്മാരും ഉൾപ്പെടെ 9 പേരെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. വൻ സ്രാവുകളായ പബ്ബ് ഉടമകൾക്കായി പോലീസ് ഇപ്പോൾ വലവിരിച്ചിരിക്കുകയാണ്. KPHBയിലെ ഈ ആഡംബര പബ്ബിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികളെ എത്തിച്ച് ബിസിനസ് നടത്തുന്നുണ്ടെന്നും DCP ഋതിരാജിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. മുൻപും പല കേസുകളിൽ പെട്ടിട്ടുള്ള പബ്ബായതിനാൽ കൃത്യമായ തെളിവോടെ പൊക്കാൻ ലേഡി ഓഫീസർ തന്നെ നേരിട്ട് കളത്തിലിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. പോലീസിന്റെ വേഷവും പത്രാസും പൂർണ്ണമായും മാറ്റിവെച്ച് സാധാരണ കസ്റ്റമറായി DCP ഋതിരാജും സംഘവും പബ്ബിലേക്ക് നുഴഞ്ഞു കയറി. അവിടെ എത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അവർ നേരിട്ട് കണ്ടത്. പെൺകുട്ടികളെ മുന്നിൽ നിർത്തി പുരുഷന്മാരായ കസ്റ്റമർമാരെ ആകർഷിക്കുക, അവരെ കൊണ്ട് വലിയ തുകയുടെ ബില്ലുകൾ അടപ്പിക്കുക, അതിനുശേഷം കസ്റ്റമേഴ്സിന് ലൈംഗിക ആവശ്യങ്ങൾക്കായി സ്ത്രീകളെ വേശ്യാവൃത്തിക്കായി എത്തിച്ചു നൽകുക എന്നതായിരുന്നു പബ് മാനേജ്മെന്റിന്റെ പ്രധാന രീതി. ഇതെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതോടെ DCP ഋതിരാജ് പുറത്തു കാത്തുനിന്ന വൻ പോലീസ് സന്നാഹത്തിന് സന്ദേശം നൽകി. മിനിറ്റുകൾക്കകം പബ്ബ് വളഞ്ഞ പോലീസ് അകത്തുണ്ടായിരുന്ന കില്ലാടികളെ തപ്പിയെടുത്തു. കൂട്ടബോധത്തോടെ പോലീസ് ഇരച്ചു കയറിയപ്പോൾ പബ്ബിൽ കണ്ടത് അങ്ങേയറ്റ നിയമവിരുദ്ധമായ കാര്യങ്ങളായിരുന്നു. കൃത്യമായ പ്രായം പോലും നോക്കാതെ സ്കൂൾ കോളേജ് കുട്ടികളായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പബ്ബിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇവർക്ക് യഥേഷ്ടം മദ്യവും ലഹരിയും വിളമ്പിയതായും കണ്ടെത്തി. നിശ്ചിത സമയം കഴിഞ്ഞും പുലർച്ചെ വരെ പബ്ബ് പ്രവർത്തിച്ചിരുന്നു എന്ന് മാത്രമല്ല, പോലീസിന്റെ യാതൊരുവിധ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെയാണ് ഈ സ്ഥാപനം ഇത്രയും കാലം അനധികൃതമായി പ്രവർത്തിച്ചു പോന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. തങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പബ് മാനേജ്മെന്റ് നിർബന്ധിച്ച സ്ത്രീകളെ അവിടെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് പിടിയിലായ ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു. പീനൽ കോടതിയെയും ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിലെയും കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് KPHB പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വൻ പണക്കാരായ പബ് ഉടമകൾ തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്ന് വ്യക്തമായതോടെ ഇവരെ പൂട്ടാനുള്ള നീക്കത്തിലാണ് പോലീസ്. നിയമസംരക്ഷകർ തന്നെ നേരിട്ടിറങ്ങി നടത്തിയ ഈ മാതൃകാപരമായ അണ്ടർ കവർ ഓപ്പറേഷൻ ലഹരി പെൺവാണിഭ സംഘങ്ങൾക്ക് കടുത്തൊരു മുന്നറിയിപ്പാണ്. ആഡംബരത്തിന്റെ മറവിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലും കെണിയിൽപ്പെടുത്തുന്ന ഇത്തരം മാഫിയകളെ വേരോടെ പിഴുതെറിയാൻ DCP ഋതിരാജിനെ പോലുള്ള ഉദ്യോഗസ്ഥരുടെ ദൃഢനിശ്ചയത്തിന് സാധിക്കുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വൻ സ്രാവുകളെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതോടെ മാത്രമേ ഈ പോരാട്ടം പൂർണ്ണ വിജയത്തിലെത്തുകയുള്ളൂ. പബ് ഉടമകളായ വമ്പന്മാരെ കൂടി നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള പോലീസിന്റെ നീക്കം സമാനമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള ശക്തമായ താക്കീതായി മാറുമെന്നതിൽ തർക്കമില്ല.